ഇവരൊക്കെ ഇങ്ങനെയാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ മണ്ടന്മാരായില്ലേ? വെൽക്കം ബാക്ക്. അപ്പൊ രാജേ, ഇപ്പോ ഈ CJP പ്രൊട്ടസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മോദിജി എല്ലാരെയും അങ്ങോട്ട് ക്ഷമിച്ചു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? മോദിജി ആസ് എ ഇൻഡിവിജ്വൽ ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ 77 വയസ്സായ ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ പുള്ളി ക്ഷമിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, പുള്ളിയുടെ പേരക്കുട്ടിയുടെ പ്രായം ഉണ്ടാവുള്ള പിള്ളേർക്ക് എന്നുവെച്ചാൽ അവിടെയുള്ള പിള്ളേർ ശരിക്കുള്ള പിള്ളേർക്ക് അപ്പോൾ അതിനെ ക്ഷമിച്ചാൽ എനിക്ക് ഓക്കെ ശരി, പുള്ളിയുടെ പേഴ്സണൽ ഇതാണ്, കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യത്തിൻ്റെ 140 കോടി ജനങ്ങളെ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ പുള്ളി ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുള്ളിക്ക് എഗൻസ്റ്റ് കാണിച്ച എന്താ തോന്നിയാസം, മ്ലേച്ഛമായ രീതിയിലുള്ള കമൻറ്റുകൾ, ഇതിനെയൊക്കെ മുളയിൽ നുള്ളി കളഞ്ഞില്ലെങ്കിൽ ഇനി വരുന്ന എഴുതി വെച്ചോ, ഇനിയും വരുന്ന ഓരോ പ്രൊട്ടസ്റ്റ് ഇത് ആവർത്തിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇത് വെറും പിള്ളേരല്ല, ഇതിൻ്റെ പുറത്ത് എന്താ പറയുക, പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന മൊത്തവും ഈ രാജ്യവിരുദ്ധ ശക്തികളാണ്. അപ്പം അവർക്ക് എഗൻസ്റ്റ് അവർക്കൊരു താക്കീത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇതിനൊക്കെ എഗൻസ്റ്റ് നമ്മൾ എന്താ പറയുക ആക്ഷൻസ് എടുത്തേ പറ്റുള്ളൂ. വെച്ചാൽ ഇതിപ്പോൾ മോദി ആയതുകൊണ്ടാണ് ഇച്ചിരിയെങ്കിലുമൊക്കെ എന്താ പറയുക ഒക്കെ വിട്ടുവീഴ്ചയെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ഥാനത്ത് യോഗി അല്ലെങ്കിൽ നമ്മുടെ ഹിമന്ത ബിശ്വാസോ അപ്പം എന്താ സുവേന്ദു അധികാരിയൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയാണ്. ഇവനൊക്കെ എപ്പോൾ പിടിച്ചകത്തിട്ടിട്ട് പണി കൊടുത്തെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവര് വേറൊന്നും ചെയ്തില്ലല്ലോ. ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഇവര് യൂസ് ചെയ്തു. ഫ്രീഡം ഓഫ് സ്പീച്ച് വേറെ. ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്കൊരു ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് പ്രകടിപ്പിക്കാം, നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം, അതാണ് ഡെമോക്രസി. പക്ഷെ ഇതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. വേറെ ലോകത്തെ ഏത് രാജ്യത്തെ എന്താ പറയുക പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ഇങ്ങനെ വിളിക്കാൻ പറ്റും? ഏതെങ്കിലും പറ്റുമോ? ഇവരൊക്കെ ഈ പലരും ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് നിന്നിട്ട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇങ്ങനെ സംസാരിച്ച് നോക്കട്ടെ അവർ, അപ്പോൾ വിവരം അറിയും. ഇപ്പം എനിക്കൊരു കാര്യം എനിക്ക് മോദിയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ എതിർക്കുന്നവർ നിങ്ങളിപ്പോൾ ഇനി സ്വർണം കൊണ്ട് കൊടുത്താലും അവർ നിങ്ങളെ എതിർത്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് അവരുടെ അജണ്ട വേറെയാണ്. മനസ്സിലായി? അവരുടെ അജണ്ട നീറ്റോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല അവരുടെ അജണ്ട. അവരുടെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും BJP ഇറക്കി വിടണം. ഇത് വെറും റിലീജിയൻ ബേസ്ഡ് ആണ്. മനസ്സിലായില്ലേ? മതത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മോദി ഏറ്റവും കൂടുതൽ വെറുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ എന്താ പറയുക, ഈ വെറുപ്പ് ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ കണ്ടില്ല, ഒരു വീഡിയോ കണ്ടില്ലേ, ഒരു കൊച്ചിനെ വരെ എന്താ പറയുക മോദിക്ക് എഗൻസ്റ്റ് ഇളക്കി വിടുന്നു. 6-7 വയസ്സുള്ള കൊച്ചിനെ. അപ്പോൾ ഇങ്ങനെയുള്ളവരടുത്ത് എന്താ പറയുക, ഈ കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യം എന്ന് പറയുന്നത് സത്യമാണത്. നിങ്ങളിങ്ങനെ ക്ഷമിച്ച് മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് മോദിജി ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ. ഇങ്ങനെ കടുത്ത ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ 144 കോടി ജനങ്ങളെ വെച്ചിട്ട് മുന്നോട്ട് ഇന്ത്യ പോകാനായിട്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും. നിങ്ങൾ റോങ് എന്താ പറയുക ഒരു മെസ്സേജാണ് നമ്മുടെ യൂത്തിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ മണ്ടന്മാരായില്ലേ? സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മണ്ടന്മാരായില്ലേ? മറ്റവരൊക്കെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ഷമിച്ചു എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഇറക്കി. അങ്ങനെയാണെങ്കിൽ ആർക്കും എന്തും ചെയ്യാമല്ലോ. എന്തും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ക്ഷമാപണം, അയ്യോ അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതൊരു ഇതല്ല, എന്താ പറയുക, അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് മോദിജിയോടും അത് കണക്ക് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനോടും പറയാനുള്ളത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുത്തേ മതിയാവും, അല്ലാണ്ട് ക്ഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.